ഷീമച്ചക്ക മസാലക്കൂട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഷീമച്ചക്ക തൊലി കളഞ്ഞ് ക്യൂബാക്കിയത് 2.25 കപ്പുണ്ട്, കടുക് 1/2 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, വറ്റൽമുളക് 6 എണ്ണം, മല്ലി 3/4 ടേബിൾ സ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, ഇത് പെരുംജീരകമാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 6-7 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. പിന്നെ ഷീമച്ചക്ക വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. നമുക്ക് ആദ്യം ഈ എടുത്തു വെച്ചേക്കുന്ന ഇത്രയും സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇടാം. നമുക്കിതിലേക്ക് ഇനി ചുവന്നുള്ളി ഇടാം. നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇതിലേക്ക് ഇടാം. അപ്പം വറ്റൽമുളക്, നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മല്ലിയും കുരുമുളകും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം, നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇത്രയും മൂത്താൽ മതി. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഷീമച്ചക്ക വേവിക്കാനായിട്ട് അതൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇതിലേക്ക്. നമുക്കിനി മുളക് ഇടാം. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കാം. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. തേങ്ങയുടെ ഈ മിക്സ് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ നമുക്ക് അരയ്ക്കാം. നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഷീമച്ചക്ക നമ്മളിപ്പോൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ വെള്ളം വാർന്നെടുക്കാം. ഷീമച്ചക്ക നമ്മൾ വെള്ളം വാർന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റവിലേക്ക് ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കടുകിടാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഷീമച്ചക്ക ഇടാം. നമുക്കൊരു 1-2 മിനിറ്റ് ഇത് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചത് ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇതിൽ പൊതിഞ്ഞെടുക്കണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുറച്ച് വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാനാണ് ഇപ്പോൾ വെള്ളം ചേർക്കുന്നത്. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷീമച്ചക്ക മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.